കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 300 പവനും 1 കോടി രൂപയും കവർന്നു എന്നാണ് പരാതി. വളപട്ടണം സ്വദേശി KP അഷറഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? വീട്ടുകാർ പറയുന്നത് എന്താണ്? പോലീസിന് മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? സജോ ദേവസ്യ. റിജിത്ത്, വലിയ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. 1 കോടി രൂപയും 300 പവനുമാണ് നഷ്ടമായിരിക്കുന്നത്. കണ്ണൂരിലെ വ്യാപാരി അഷ്റഫ് ട്രേഡേഴ്സ് എന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയായ KP അഷ്റഫിൻ്റെ വളപട്ടണം മന്നയിലെ വീട്ടിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് ഈ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് 19-ാം തീയതിയും KP അഷ്റഫും കുടുംബവും മധുരയിലുള്ള സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തിരിച്ചെത്തുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് തിരിച്ചെത്തുന്നത്. ഏതാണ്ട് ഒരു 9:30-ക്ക് ശേഷമാണ് ഈ മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഈ ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും ആവാം എന്നാണ് നിഗമനം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന പാത, അതായത് വളപട്ടണത്ത് നിന്ന് അല്ലെങ്കിൽ പുതിയ തെരു വളപട്ടണം റോഡിൽ നിന്ന് അഴീക്കോടേക്ക് പോകുന്ന അലവിലേക്ക് പോകുന്ന റോഡ് അരികിൽ തന്നെയാണ് വീട്. അതായത് ഒരു പ്രധാന പാത എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു പാതയുടെ അരികിൽ തന്നെയാണ് വീട്. അതിനുശേഷം പോലീസിന് കുടുംബം നൽകിയ പരാതിയിൽ മൊഴിയിൽ പറയുന്നത് 1 കോടി രൂപയും 300 പവനും നഷ്ടമായി എന്നാണ്. ആ തുകയും ആ എമൗണ്ട് നമ്മൾ ഇപ്പോൾ അവിശ്വസിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രമുഖ വ്യാപാരിയാണ്. സ്ഥാപനം ഉൾപ്പെടെ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. വീട്ടിൽ CCTV ഉണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിൽ പ്രാഥമികമായി പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. പറയുന്നത് ഒരു 3 പേരടങ്ങുന്ന ഒരു മോഷ്ടാക്കളുടെ സംഘം ഈ മതിൽ ചാടിക്കടക്കുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. അത് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് പോകണം. ഡോഗ് സ്ക്വാഡിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് യൂണിറ്റിൻ്റെയും പരിശോധന ഇവിടെ നടക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം അതിലേക്ക് കടക്കും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നൊരു കാര്യം. അഷ്റഫ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനമാണ് നേരെ എതിർഭാഗത്ത് കാണുന്നത്. അതായത് മോഷ്ടാക്കൾ ഇവരുടെ അസാന്നിധ്യം, വീട്ടുകാരുടെ അസാന്നിധ്യം മനസ്സിലാക്കിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ പിൻഭാഗത്തെ അടുക്കള ഭാഗത്തെ ജനലിൻ്റെ കമ്പികൾ മുറിച്ചതിന് ശേഷം കട്ടർ ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷമാണ് അകത്ത് കടന്നത്. ജനലിൻ്റെ ഗ്രില്ല് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കിടപ്പുമുറിയിലെ അലമാരയിൽ ലോക്കറിൻ്റെ, അതായത് പണവും മറ്റ് സ്വർണവും ഒക്കെ സൂക്ഷിച്ചിരുന്നത് ലോക്കറിലാണ്. ആ ലോക്കറിൻ്റെ താക്കോൽ കണ്ടെത്തി അതിനുശേഷം അലമാര കുത്തി തുറന്നാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമിക പരിശോധന ഇന്നലെ രാത്രി തന്നെ പോലീസ് നടത്തിയിരുന്നു. മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ACP ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷമേ അകത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ആദ്യം ഫിംഗർ പ്രിന്റ് യൂണിറ്റ് എത്തണം, പിന്നീട് ഡോഗ് സ്ക്വാഡിനെയും ഇവിടെ എത്തിക്കും. അങ്ങനെ ഒരു പരിശോധന. വലിയ കവർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 300 പവനും 1 കോടി രൂപയും കവർന്നു എന്നാണ് വീട്ടുടമയുടെ പരാതി. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് പോലീസ്.